നമസ്കാരം സ്നേഹത്തുമ്പികളെ, ഞാനൊരു യാത്രയിലാണ്. ഇന്നൊരു വാർത്ത കേട്ടു. യു.പിയിലെ മധുരയിൽ ന്യൂ ഇയർ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ എല്ലാവർക്കും പരിചിതയായ സണ്ണി ലിയോൺ വരുന്നു ആഘോഷങ്ങൾ ആർമാദിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം, പരിപാടി വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സണ്ണി ലിയോൺ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ സന്യാസി സമൂഹം മധുര എന്ന ആ ഒരു പുണ്യഭൂമിയെ കളങ്കപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറിന് പരാതിയൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ ആ ആഘോഷം അവിടെ റദ്ദ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായി. പക്ഷെ അതിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. മലയാളികളും ഒട്ടും പിന്നിലല്ല. എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? 2026 ഇപ്പോഴും ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവരവിടെ കാല് സ്പർശിച്ചാൽ എങ്ങനെയാണ് അവിടെ കളങ്കപ്പെടുന്നത്? എന്താണ് പ്രശ്നം? ഇങ്ങനെ വസന്തങ്ങളെ പോലെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയാണ് എന്നൊന്നും ആർക്കും തോന്നരുതേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മധുര എന്ന സ്ഥലത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പോകുന്നത് എന്തിനാണ്? നമ്മളവിടെ ആർമാദിക്കാനും ആഘോഷിക്കാനുമല്ല, നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട്, ഭക്തിയുമായി ബന്ധപ്പെട്ട്, സമാധാനത്തിനും ആശ്വാസത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഇടങ്ങൾ നമ്മൾ സന്ദർശിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രത അവിടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അത്രത്തോളം ആ സ്ഥലവുമായി ആത്മബന്ധമുള്ള ആളുകൾ, ഭക്തിയുള്ള ആളുകളൊക്കെ കൊടുക്കും. അതിന് വിലയിടാൻ നമുക്കാർക്കും പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ സണ്ണി ലിയോൺ അവിടെ വന്നില്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പ്രശ്നം? സണ്ണി ലിയോൺ എന്നല്ല, ഒരു സെലിബ്രിറ്റികളും ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷം, ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ ക്ഷണിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ട് നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ തന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതം ധന്യമാക്കാൻ വേണ്ടിയല്ല അവർ വരുന്നത്. അവർ അതുപോലെയുള്ള പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഈ ഹോട്ടലിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ ജനങ്ങളെ അവർ ക്ഷണിക്കും. അതവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സണ്ണി ലിയോൺ പോൺ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നത് കൊണ്ടാണോ? അത് അവരുടെ തൊഴിലല്ലേ? പക്ഷെ അവർ ഒരു വ്യക്തി എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ നന്മയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അറിയുമ്പോഴും അവരുടെ ജീവിതം എന്താണ്, അവരുടെ തൊഴിൽ എന്താണ് എന്നതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം എന്താണ്? ഒന്നാമതേ, ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനോ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ ഇന്ത്യയിലെ പലയിടങ്ങളിലും കഴിയാതെ വരുന്നു. ഒരുപാട് വലിയ ദുരന്തങ്ങൾ ഇന്ത്യയിലുടനീളം ആവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആൾക്കൂട്ടം നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഞാൻ ചിന്തിക്കാറുണ്ട്, പലയിടങ്ങളിലും ഈ ജ്വല്ലറി ഉദ്ഘാടനങ്ങളാകട്ടെ, ഒരു തുണിക്കടയുടെ ഉദ്ഘാടനമാകട്ടെ, എന്തൊരു ചെറിയ സംരംഭമാണെങ്കിൽ പോലും ആദ്യം ആളുകൾ തേടുന്നത് സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളെയും ഒക്കെയാണ് ഉദ്ഘാടനത്തിന് വേണ്ടി. ആളെ കൂട്ടുക, മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കടക്കുമ്പോൾ അതിനൊരു ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അത് എല്ലാ കാലത്തും നമുക്ക് ഉതകണമെങ്കിൽ, അതിനൊരു ഭംഗി വരണമെങ്കിൽ, നമ്മൾ തുടങ്ങുന്ന സംഭവത്തിന് അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാകുന്നതല്ലേ നല്ലത്? അപ്പോഴല്ലേ നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ജ്വല്ലറികളൊക്കെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഓരോ സിനിമാ താരങ്ങളുടെ, സിനിമാ നടിമാരുടെ, പുരുഷന്മാർക്ക് വലിയ ഡിമാൻഡ് ഇല്ലാത്ത ഒരു ഫീൽഡാണ് കേട്ടോ ഈ ഉദ്ഘാടനങ്ങൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് അങ്ങനെ വളരെ റെയറായിട്ടേ കിട്ടാറുള്ളൂ. സ്ത്രീകളെ കാണാനാണ് ആള് കൂടുന്നത്. സ്ത്രീകളെ കാണാൻ കൂടുന്നത് സ്ത്രീകളുമല്ല, പുരുഷന്മാരുമാണ്. അതിന് പിന്നിലെ കാര്യം എന്താണൊക്കെ ഇതിനു മുമ്പും ഞാൻ ഒരു വീഡിയോയിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. പക്ഷേ ഇവരൊക്കെ എന്തുകൊണ്ട് ഇവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കൊണ്ടോ, അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ, അത്രത്തോളം അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ട ഒരു സുഹൃത്തുണ്ടെങ്കിൽ, ഒരു ഗുരു ഉണ്ടെങ്കിൽ, അവരെ കൊണ്ടൊന്നും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ പബ്ലിസിറ്റി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കാം, വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം അത്. അതിൽ എന്തുകൊണ്ട് അവർ പണം കൊടുത്ത് ഒരാളെ വിളിച്ചു വരുത്തി പ്രദർശിപ്പിച്ച് ആളുകളുടെ ശ്രദ്ധ നേടുന്നു? എന്നാൽ ഇവരൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കടകളിൽ ഇവർ വന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും കച്ചവടം അവർക്കുണ്ടാകുന്നുണ്ടോ? അതൊന്ന് ചിന്തിക്കുന്നുണ്ടോ? ഉദ്ഘാടന ദിവസം അവരെ കാണാനും കുറെ ഫോട്ടോ എടുക്കാനും സൂം ചെയ്ത് ചില ശരീരഭാഗങ്ങൾ സ്വന്തം ഫോണിലേക്ക് ഒപ്പാനും ഒക്കെയുള്ള തിരക്കാണ് അവിടെയൊക്കെ നടക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും വെച്ചും ഇവരുടെയൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടോ? കുറെ പേർക്ക് ഇതൊക്കെ ഒരു ഗമയാണ്. ഇന്ന സിനിമാ നടി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് എൻ്റെ സ്ഥാപനം എന്ന് പറയാൻ വേണ്ടി കുറെ ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സണ്ണി ലിയോണിന്റെ ഫീൽഡ് അല്ല, സണ്ണി ലിയോണിന്റെ പ്രശസ്തി എങ്ങനെ കിട്ടി എന്നുള്ളതൊന്നും അല്ല നമ്മളിവിടെ മാന്തി എടുക്കാൻ പോകുന്നത്. അതല്ല നമ്മളിവിടെ ചെയ്യുന്ന കാര്യം. ഇവരൊക്കെ വന്ന് ആള് കൂടേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒറ്റ
ഒരു വിഷയമേ ഉള്ളൂ. വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ഈ ആൾക്കൂട്ടങ്ങൾക്ക് ദയവ് ചെയ്ത് സർക്കാരാണെങ്കിലും പെർമിഷൻ കൊടുക്കാവൂ. അതിപ്പോൾ ഒരു മതവികാരം വ്രണപ്പെടുന്ന കാര്യം മാത്രമല്ല. ഇതിപ്പോൾ അവിടുത്തെ സന്യാസി സമൂഹം മതവികാരം വ്രണപ്പെടും, അത്രയും പവിത്രമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ അശ്ലീല സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു താരം വരരുത് എന്നുള്ള നിലയിലാണ് അവരതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചതെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഇതാണ്: ഏത് ഫീൽഡ് ജോലി ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇപ്പൊ 2026 വരുന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2025 നടക്കണമെന്ന് നമ്മൾ കരുതി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ 2026 നമുക്ക് സാധ്യമാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെ നമ്മളുടെ ജീവിതം, നമ്മളുടെ സന്തോഷം, സമാധാനമൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നമ്മളാൽ എങ്ങനെ കഴിയും എന്ന് ചിന്തിച്ച് ഒരു ബുക്കിലാണെങ്കിലും ഒരു നോട്ട് ബുക്കിലാണെങ്കിലും കുറിച്ച് വെച്ച് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളാൽ കഴിയും വിധം തുടങ്ങാം. എല്ലാ പ്രാവശ്യവും എല്ലാവരും ഓരോ വർഷം അവസാനിക്കുമ്പോഴും പുതിയ വർഷം ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും, ഇത് ചെയ്യും. പക്ഷെ പലതും നടക്കാറില്ല. നടക്കാത്തതിൻ്റെയൊക്കെ പ്രധാന കാരണം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക എന്നത് മാത്രമേ നമ്മളെല്ലാം ചെയ്യുന്നുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മുടെ ശ്രമം വളരെ കുറച്ചേ നമ്മൾ ഇടുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പരിമിതികൾക്കൊക്കെ ഒരുപാട് അപ്പുറത്ത് നിൽക്കുന്ന സ്വപ്നങ്ങളിലേക്ക് ആദ്യം കടക്കാതെ പടിപടിയായിട്ട് നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ലക്ഷ്യത്തെ നമ്മൾ ആദ്യ സ്വപ്നമായി കണക്കാക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കൊരു സർക്കാർ ജോലി വേണം, സർക്കാർ ജോലി ഞാൻ നേടും, അടുത്ത വർഷം നേടും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ആദ്യ പടി അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, ഒരു പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. ആ പരീക്ഷ എഴുതുക എന്നുള്ളതിൻ്റെ ആദ്യ പടി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ? കൃത്യമായിട്ട് നേരം വെളുത്ത് എഴുന്നേൽക്കാത്ത ആളുകളാണെങ്കിൽ ഞാൻ വെളുപ്പം കാലത്ത് എഴുന്നേക്കണം, എൻ്റെ ദുശീലങ്ങളൊക്കെ മാറ്റണം, ഫോണിൽ നോക്കുന്ന സമയം ഞാൻ കുറയ്ക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ സർക്കാർ ജോലി കിട്ടും, 2025 കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു, കിട്ടിയില്ല, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ഈ വർഷം നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറി പോവുകയല്ല, ആരെ ഉപദേശിക്കുകയല്ല, എൻ്റെ ഒരു അഭിപ്രായം ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സണ്ണി ലിയോൺ എന്നല്ല, ആര് വന്നാണെങ്കിലും ഒരു ഹാപ്പി ന്യൂ ഇയർ നമുക്ക് പറഞ്ഞ് നമ്മുടെ പുതുവർഷം അങ്ങ് ഹാപ്പിയാകാൻ പോകുന്നതുമില്ല. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും ആർമാദങ്ങളും ഒക്കെ ഇവരുടെയൊക്കെ കച്ചവടത്തിന്റെ ഭാഗമാണെന്നും ഉപജീവനത്തിന്റെ ഭാഗമാണെന്നും നമ്മൾ അറിയണം. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ വസന്തം പോലെ ചിന്തിക്കാതെ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയരുത്. നമുക്കൊരു കാര്യം ചിന്തിക്കാം ഈ സമയത്ത്. അല്പം നന്മകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകം ഇങ്ങനെയെങ്കിലും പോകുന്നത്. അല്പം നിയന്ത്രണങ്ങളും പരിധികളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതെ ചെറിയ പ്രശ്നങ്ങളിൽ തട്ടിയും മുട്ടിയും ഒക്കെ ലോകം മുന്നോട്ട് പോകുന്നത്. എന്തിനും ഏതിനും ആർക്കും ഇവിടെ എങ്ങനെയും സാധിക്കും എന്നുള്ള ഒരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ നമ്മുടെയൊക്കെ ഗതി, ജീവിതം? അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഇത്തരം വിഷയങ്ങളെ ഒന്ന് സമീപിക്കണേ. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെലിബ്രിറ്റികളെ വെച്ച് ആളെ കൂട്ടുന്നതിനോടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സണ്ണി ലിയോൺ ഇവിടെ എത്തി പുതുവത്സരാശംസകൾ നേർന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തോ ഭാഗ്യം കൈവരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണേ.